അറബിക് ബ്രെഡായ കുബൂസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ഞാൻ ഒരുപാട് റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഷവർമക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുബൂസാണിത്. പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ട നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. ആദ്യം 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂണ് ഫൈനായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സായി വരാനാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇളം ചൂടുവെള്ളം 1 കപ്പോ അതോ അതിൽ കുറച്ച് കൂടുതലോ നമ്മൾ ഈ മിക്സിയിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. നിങ്ങൾ ആക്റ്റീവ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ഈ ഇളം ചൂടുവെള്ളത്തിലൊന്ന് അലിയിച്ചതിന് ശേഷം മൈദയിലേക്ക് ചേർത്താം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിലെങ്ങാനും വെച്ചിട്ട് ഒന്ന് നീഡ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ഇത് നല്ലോണം നീഡ് ചെയ്യണം. ഈ സ്റ്റെപ്പ് ആരും മിസ്സാവാതെ ചെയ്യണം. ക്രാക്സ് ഒന്നും ഇല്ലാതെ കിട്ടുന്നത് വരെ ഇതൊന്നും നല്ലോണം കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കുഴച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ബൗളിൽ മാറ്റിയിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ പ്ലേറ്റോ വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ബൗളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഓരോ ബോൾസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ലോണം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് അധികം കട്ടി കുറക്കാതെ പരത്തിയെടുക്കാം. എനിക്ക് ഇവിടെ ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു 9 കുബൂസാണ് കിട്ടിയത്. ഇനി ഒരു മൂടി വെച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇനി പരത്തിയ ഓരോ കുബൂസും ഒരു ട്രേയിൽ നല്ലോണം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് കവർ ചെയ്യാം. ഇതേപോലെ തന്നെ എല്ലാ കുബൂസും നമുക്ക് പരത്തി കട്ട് ചെയ്തെടുക്കാം. പരത്തി വെച്ച കുബൂസ് ഒരു 1/2 മണിക്കൂർ ഇതേമാതിരി മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് നമ്മൾ ചുട്ടെടുക്കാൻ. ഇനി ചൂടായി വന്ന പാനിൽ കുബൂസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വട്ടം മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കുബൂസ് പൊങ്ങി വന്നോളൂ. കണ്ടില്ലേ, നല്ല ബോളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുബൂസ് ഒരു തുണി വെച്ച് കവർ ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കുബൂസ് ഉണങ്ങിപ്പോവും. ഇതേപോലെ എല്ലാ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. 2 വട്ടം മറിച്ചിട്ടതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലോണം പൊങ്ങി വന്നോളും. അപ്പോൾ ഷവർമക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കുബൂസാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. Thank you for watching.